മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ആൽഗേനെ കുറിച്ചിട്ടാണ്. ആൽഗയുടെ വെജിറ്റേഷൻ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, സൈറ്റോളജി ആൻഡ് താലസ് ഓർഗനൈസേഷൻ, ഇത്രയും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമുക്ക് ആൽഗെ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് ആൽഗെ അല്ലെങ്കിൽ സീവീഡ്സ് എന്ന വേറൊരു പേരുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള ആൽഗിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെ വിളിക്കുന്ന പേര് ഫൈക്കോളജി എന്നാണ്, അല്ലെങ്കിൽ ആൽക്കലോളജി അല്ലെങ്കിൽ ഫൈക്കോളജി എന്നാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗയിലെ മോസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സും വരുന്നത് അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. പിന്നെ ഇവരെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതിൽ മേജറായിട്ടും നമുക്കറിയാവുന്ന 4 ഗ്രൂപ്പ്സ് വരുന്നത് ക്ലോറോഫൈസി ഉണ്ട്, റോഡോഫൈസി, ഫിയോഫൈസി. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് ഫാമിലീസ് ഉണ്ട്. പിന്നെ ഡയാറ്റംസ് എന്ന് പറയുന്നത് ഡയറ്റമേഷ്യസ് എർത്ത് ഉണ്ടാക്കുന്നു. പിന്നെ ഇവരുടെ സെല്ല് പറയുവാണെങ്കിൽ ദീസ് ആർ ഫോട്ടോസിന്തറ്റിക്, മേജർലി ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും ഈ ആൽഗെ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സ് ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ ഇവരുടെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് ഉണ്ട്, അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ താലസ് ഓർഗനൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോഡി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് റൂട്ട് അല്ലെങ്കിൽ സ്റ്റെം അല്ലെങ്കിൽ ലീവ്സ് അങ്ങനത്തെ ഒരു ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടില്ല. ഈ പറയുന്ന ഓർഗൻസ് ആയിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാതെ ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ബോഡി മാസ്സായിട്ടാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ താലസ് എന്ന് വിളിക്കും. അതാണ് ഇവിടുത്തെ പ്ലാൻ ബോഡി, ആൽഗേൻ്റെ പ്ലാൻ ബോഡി. ഇതൊക്കെ നമുക്ക് യൂഷ്വലി നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആൽഗയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ആൽഗെ ആർ ക്ലോറോഫിലസ്, simple, thalloid, autotrophic, majority are aquatic, that may be freshwater or marine organisms. Okay, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ക്ലോറോഫിലസ് ആണ്, സിമ്പിൾ ആണ്, തൈലോയിഡ് ആണ്, ഓട്ടോട്രോഫിക് ആണ്, അതായത് സെൽഫായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. പിന്നെ മെജോറിറ്റി ആർ എന്താണ് അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. ഒക്കർ ഇൻ എ വെറൈറ്റി ഓഫ് അതർ ഹാബിറ്റാറ്റ്സ്, വേറെയും ഹാബിറ്റാറ്റ്സിൽ, അതായത് അക്വാട്ടിക് അല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ വേറെയും ഹാബിറ്റാറ്റ്സിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മേ ബി മോയ്സ്റ്റ് സ്റ്റോൺസ്, സോയിൽസ് ആൻഡ് വുഡ്. അതായത് അക്വാട്ടിക് ഹാബിറ്റാറ്റ് അല്ലാണ്ട് ഇവർ സർവൈവ് ചെയ്യുന്നത് ഓൺ മോയ്സ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺസിനകത്ത്. അതായത് ഇപ്പോൾ തിരകളൊക്കെ എപ്പോഴും വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന പാറക്കെട്ടുകൾ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക, അവിടെ ഇങ്ങനെ പച്ച കളറിൽ ഇങ്ങനെ നമ്മളതിനെ പായൽ എന്ന് വിളിക്കും. ദാറ്റ്സ് ആക്ച്വലി ആൽഗേസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള സോയിൽസിൽ, അതുപോലെ തന്നെ വുഡിനകത്തൊക്കെയും നമുക്ക് ആൽഗേൻ്റെ സർവൈവൽസിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ആൽഗേൻ്റെ ഹാബിറ്റാറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ദെൻ സം ഓഫ് ദം ആർ അസോസിയേറ്റഡ് വിത്ത് ഫഞ്ചൈ. ചില ആൽഗൽ മെമ്പേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഫഞ്ചയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫഞ്ചയും ആൽഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ലൈക്കൻ. ലൈക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗൽ മെമ്പറും അവിടെ ഉണ്ടാവും, ഒരു ഫംഗൽ മെമ്പറും ഉണ്ടാവും. ആൽഗൽ മെമ്പറിനെ ഫൈക്കോബയോണ്ടെന്നും ഫംഗൽ മെമ്പറിനെ മൈക്കോബയോണ്ടെന്നും വിളിക്കും. ഫംഗൽ ബയോണ്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. ഫംഗസ് ആർ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് ഇരുന്നിട്ട് ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആയിട്ടുള്ള ഫൈക്കോബയോണ്ടിന് കൊടുക്കും. അപ്പോൾ ഈ ഫൈക്കോബയോണ്ട് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, ഫോട്ടോസിന്തസൈസ് ചെയ്യും. ഫോട്ടോസിന്തസൈസ് ചെയ്തിട്ട് ഫംഗയ്ക്ക് വേണ്ട ഫുഡിനെ കൊടുക്കും, ഫംഗയ്ക്കും കൂടി കൊടുക്കും. അപ്പം മ്യൂച്വൽ ഷെയറിംഗ് ആണ് അവിടെ നടക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ സം ഓഫ് ദം ആർ ആൻ അസോസിയേഷൻ വിത്ത് ഫംഗസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ലൈക്കൻ ഫോം ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ആനിമൽസുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ സ്ലോത്ത് ബെയറിനകത്തും എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ചില ആൽഗൽ അസോസിയേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ദി സൈസ് ഓഫ് ദി ആൽഗെ റേഞ്ചസ് ഫ്രം മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗേസ് തുടങ്ങി മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗേസ് വരെ ഉണ്ട്. അതായത് ഭയങ്കര വലിയ ആൽഗേസ്, നമുക്ക് നേക്കഡ് ഐസോട്ട് കൊണ്ട് കാണാൻ പറ്റുന്ന വലിയ ആൽഗേസും നമുക്കുണ്ട്. അതുപോലെ തന്നെ വാട്ടർ എടുത്ത് നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാട്ടർ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൽഗേൻ്റെ പ്രസൻസ് കാണാൻ പറ്റുന്നത് ആക്ച്വലി മൈക്രോസ്കോപ്പിക് ആൽഗേൻ്റെ പ്രസൻസ് ആ വാട്ടറിൽ കാണിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഉണ്ട്. അതിനകത്ത് യൂണിസെല്ലുലാർ മൈക്രോസ്കോപ്പിക് തുടങ്ങി വളരെ ജൈൻ്റ് ആയിട്ടുള്ള ആൽഗേസ് വരെ നമുക്ക് കാണാൻ പറ്റും. ജൈൻറ്റ് വിച്ച് മീൻസ് എന്താണ്, മരത്തിൻ്റെ അത്ര ഒന്നും വലിയ, അല്ലെങ്കിൽ ആൻജിയോസ്പേംസിൻ്റെ അല്ലെങ്കിൽ ജിംനോസ്പേംസിൻ്റെ ഒന്നും വലിപ്പമുണ്ടെന്നല്ല മീൻ ചെയ്യുന്നത്. അതായത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോവർ ഫോംസ് ഓഫ് എന്താണ് ക്ലോറോഫിൽ ബെയറിംഗ് പ്ലാന്റ്സിനെയാണ് ആക്ച്വലി ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, സം ഓഫ് ദീസ് ആർ റേഞ്ചസ് ഫ്രം മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിന് എക്സാമ്പിളാണ് clamidomonas organisms to colonial forms. Colonial forms, അതായത്
കുറേ ഓർഗാനിസം ചേർന്നിട്ട് കോളനി ആയിട്ട് നിൽക്കും. ദാറ്റ് എക്സാമ്പിൾ വോൾവോക്സ് ആണ് വരുന്നത്. ടു ഫിലമെന്റസ് ഫോംസ്, ഫിലമെന്റസ് ആയിട്ടുള്ള ചില ആൽഗീസ് ഉണ്ട്. എക്സാമ്പിൾ ആണ് യൂളോത്രിക്സ് ആൻഡ് സ്പൈറോഗര. പിന്നെ അതുപോലെ തന്നെ ചില മറൈൻ ഫോംസ്, കെൽപ്പ് എന്ന് പറയുന്ന മറൈൻ ഫോംസ് വിച്ച് ഫോം മാസീവ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡീസ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ടൈപ്പിൽ ഇത് വേരി ചെയ്യുന്നുണ്ട്. മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ഉണ്ട്, കൊളോണിയൽ ഫോംസ് ഉണ്ട്, ഫിലമെന്റസ് ഉണ്ട്. ഇതൊക്കെ മൈക്രോസ്കോപ്പിക് തന്നെ വരുന്നതാണ്. ഇനി അത് കൂടാണ്ട് തന്നെ മറൈൻ ഫോംസ് മാസീവ് പ്ലാന്റ് ബോഡീസും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് ഉണ്ട്, അസെക്ഷ്വൽ ഉണ്ട്, സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഫ്രാഗ്മെന്റേഷൻ, മോസ്റ്റ്ലി ബൈ ഫ്രാഗ്മെന്റേഷൻ ഏതായിരിക്കും, അതായത് പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ താലസിനകത്തുനിന്ന് ഒരു ഫ്രാഗ്മെന്റ് സെപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ഒരു എൻറ്റയർ പ്ലാന്റിലേറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് asexual mode of reproduction. Asexual mode of reproduction കാണിക്കുന്നത് ഈസ് ബൈ മോട്ടൈൽ സൂസ്പോഴ്സ്. ഈ പറയുന്ന ആൽഗേൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, ജനറലി ഉള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് മോട്ടൈൽ സൂസ്പോഴ്സ് എന്ന് പറയുന്നത്. അതായത് മോട്ടൈലാണ്, വിച്ച് മീൻസ് ഫ്ലാജലേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ആൻഡ് ഓൺ ജെർമിനേഷൻ ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്ലെറ്റ്സ്. പുതിയ പ്ലാന്റ്ലെറ്റ് ആയിട്ട് മാറുന്നത് ഈ സൂസ്പോഴ്സ് എന്ന് പറയുന്ന സ്പോഴ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ പറയുന്നത് എന്തായിരിക്കും, ഫ്യൂഷൻ ഓഫ് ടു ഗമീറ്റ്സ്, രണ്ട് ഗമീറ്റ്സിന്റെ ഫ്യൂഷൻ വഴിയുള്ള പ്രോസസ് ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ് അല്ലെങ്കിൽ ന്യൂ പ്ലാന്റ് ബോഡി ജെർമിനേഷനെയാണ് നമ്മൾ വിളിക്കുന്നത് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ഇതിനകത്ത് ഗാമീറ്റ്സിന്റെ ഫ്യൂഷനാണ് വരുന്നത്. ഗാമീറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി പ്രിമിറ്റീവ് ഫോം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ല. ആക്ച്വലി ഗാമീറ്റ്സിന്റെ ഫോർമേഷൻ മീൻസ് ഫ്യൂഷൻ തന്നെയാണ് നടക്കുന്നത്, ബട്ട് അവിടെ ക്യാരക്ടറൈസ് ചെയ്തിട്ടില്ല. അതായത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് സെപ്പറേറ്റ് ചെയ്യാത്ത ഗാമീറ്റ്സിന്റെ ഫ്യൂഷനാണ് നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഐസോഗ്യാമസ്. അതായത് ഗാമീറ്റ്സ് രണ്ടും സെയിം ആയിരിക്കും, അതായത് കാണാനും ഒരുപോലെ ഇരിക്കും, ഫംഗ്ഷനും ഒക്കെ സെയിം തന്നെയാണ്. അതായത് അവിടെ ഒരു ഡിസ്റ്റിങ്വിഷിങ് ഇല്ല. ഓക്കെ, മെയിൽ ഗാമീറ്റ് ഇതാണ്, ഫീമെയിൽ ഗാമീറ്റ് ഇതാണ്, അങ്ങനെ. ഇനി അനൈസോഗ്യാമസ്. അനൈസോഗ്യാമസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാമീറ്റ് വലുതായിരിക്കും, മറ്റൊരു ഗാമീറ്റ് ചെറുതായിരിക്കും. ഓക്കെ, ഇത് മേ ബി ഇവർക്ക് രണ്ടു പേർക്കും മോട്ടയിലാകാം, ഇവർക്ക് രണ്ടു പേർക്ക് നോൺ മോട്ടയിലാകാം. ഓക്കെ, അത് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഓരോ പ്ലാന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് ഊഗ്യാമസ്. ഊഗ്യാമസ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. വലിയ ഗമീറ്റ് വരുന്നത് ഡെഫിനറ്റ്ലി ഫീമെയിൽ ഗമീറ്റ് ആയിരിക്കും, ചെറിയ ഗമീറ്റ് വരുന്നത് മെയിൽ ഗമീറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ മെയിലിൻ്റെ ഗമീറ്റിനെ സ്പേം എന്നും ഫീമെയിൽ ഗമീറ്റിനെ എഗ് എന്നും സെപ്പറേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും, കാരണം ഇതൊരു അഡ്വാൻസ്ഡ് ഫോമാണ്. ഇതിൽ തന്നെ മെയിൽ ഗമീറ്റ് വിച്ച് ഈസ് മോട്ടൈൽ ആയിരിക്കും, അതായത് ഫ്ലാജെല്ല ബെയർ ചെയ്യുന്നുണ്ടായിരിക്കും ആര്, ഊഗ്യാമസ്. അത് ഡെഫിനറ്റ്ലി അങ്ങനെയാണ്. സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മൂവ് ചെയ്യാൻ കപ്പാബിലിറ്റി ഇല്ലാത്തതാണ് ഫീമെയിൽ ഗമീറ്റ്സ് ഇൻ ഊഗ്യാമസ് ടൈപ്പിനകത്ത്. ഇത് ഇത്രയും ബേസിക്കലി വരുന്ന നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഐസോഗ്യാമസ് പറഞ്ഞാൽ ഗാമീറ്റ്സ് ഹാവിങ് സിമിലർ സൈസ്, ഫ്ലജലേറ്റഡ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാമിഡോമണസ്. നോൺ ഫ്ലജലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ സ്പൈറോഗൈറ. ദെൻ അനൈസോഗ്യാമസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമീറ്റ്സ് ആർ ഡിസിമിലർ ഇൻ സൈസ് എന്തായിരിക്കും, ഡിസിമിലർ ആയിരിക്കും. എക്സാമ്പിൾ സം സ്പീഷീസ് ഓഫ് ക്ലാമിഡോമണസ്. നോക്കൂ, ക്ലാമിഡോമണസിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ടാവും. ഐസോഗ്യാമസും ഉണ്ട്, അനൈസോഗ്യാമസും ഉണ്ട്. കേട്ടോ, ക്ലാമിഡോമണസ് ഇവിടെയും എക്സാമ്പിൾ ആണ്, ഇവിടെയും എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് ഊഗ്യാമസ്. ഊഗ്യാമസ് പറഞ്ഞ ഗാമീറ്റ്സ് ആർ വൺ ലാർജ്, ഒരെണ്ണം എന്തായിരിക്കും, ലാർജ് ആയിരിക്കും. വിച്ച് ഈസ് നോൺ മോട്ടൈൽ, അത് നോൺ മോട്ടൈൽ ആണ്. ബിക്കോസ് ദാറ്റ് ഈസ് എഗ്, അത് എഗ് ആണ്, ഫീമെയിൽ ആണ്, ഫീമെയിൽ ഗാമീറ്റ്. ആൻഡ് എ സ്മോൾ ഓഫ് മോട്ടൈൽ മെയിൽ ഗാമീറ്റ്. പിന്നെ വരുന്ന ഒരു ചെറിയ മെയിൽ ഗാമീറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. എക്സാമ്പിൾ വരുന്നത് വോൾവോക്സ്, ഫ്യൂക്കസ് ഒക്കെയാണ്. നെക്സ്റ്റ് ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആൽഗേൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് നോക്കാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ നമുക്ക് ഒരു +2 ബേസിൽ നമുക്ക് വരുന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ, ഇനി കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആൽഗയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ദ വേർഡ് ആൽഗെ ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് ആൽഗെ. ആൽഗ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൻ്റെ അകത്തു നിന്നാണ് ആൽഗെ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്. വിച്ച് മീൻസ് ആൽഗ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സീവീഡ്സ് എന്നാണ് ആൽഗേൻ്റെ മീനിങ് വരുന്നത്. ദി സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ദി സ്റ്റഡി ഓഫ് ആൽഗെ. ആൽഗേനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെ പറയുന്ന പേരാണ് ആൽഗലോളജി. അതിനുശേഷം പിന്നെ മനസ്സിലാക്കി ഗ്രീക്ക് വേർഡായിട്ടുള്ള
ഫൈക്കോസ് എന്നുള്ളത് ആൽഗേൻ്റെ മറ്റൊരു പേരാണ് അല്ലെങ്കിൽ മറ്റൊരു ടേം ആണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് ദി സ്റ്റഡീനെ നമ്മൾ ഫൈക്കോളജി എന്ന ടേമിലേക്ക് കൺവേർട്ട് ചെയ്ത് ആൽഗലോളജിനെ മാറ്റിയിട്ട് ഫൈക്കോളജി എന്നാക്കിയത് തന്നെ എന്താണ് ഈ പറയുന്ന ഗ്രീക്ക് ടേം ആയിട്ടുള്ള ഫൈക്കോസിൽ നിന്നാണ്. ഇനി ഫാദർ ഓഫ് ഫൈക്കോളജി, ഫൈക്കോളജിയുടെ ഫാദർ എന്ന് പറയുന്നത് F.E. ഫ്രിച്ച് ആണ്. F.E. ഫ്രിച്ച് ആണ് ആൽഗേൻ്റെ അല്ലെങ്കിൽ ഫൈക്കോളജിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഫൈക്കോളജി, അതായത് ഇന്ത്യയിൽ ഫൈക്കോളജിയെ ഇത്രയേറെ ഫെമിലിയർ ആക്കിയ ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ MOP അയ്യങ്കാറാണ് ഇന്ത്യൻ ഫൈക്കോളജീൻ്റെ ഫാദർ എന്ന് പറയുന്നത്. MOP അയ്യങ്കാർ. ഓക്കെ. Then algae have other names. ആൽഗയ്ക്ക് വേറെയും കുറേ പേരുണ്ട്. പോൺസ്, കെംസ്, ഫ്രോക്സ് പീച്ചിൽ, വാട്ടർ മോസസ്, അതുപോലെ തന്നെ സീവീഡ്സ്, ഇങ്ങനെ കുറേ നെയിംസിലെല്ലാം തന്നെയും എന്ത് പറയും, ആൽഗേനെ അറിയപ്പെടുന്നുണ്ട്. ദി ആൽഗെ ആർ ദോസ് ക്ലോറോഫിൽ. ഇനി നമുക്ക് ആൽഗയ്ക്ക് ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു പ്രസ്കോട്ട് ദി ആൽഗെ ആർ ദോസ് ക്ലോറോഫിൽ ബെയറിംഗ് ഓർഗാനിസംസ്. ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോഫിൽ ബെയറിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ആൻഡ് ദെയർ കളർലെസ് റിലേറ്റീവ്സ്, അതായത് ക്ലോറോഫിലിൻ്റെ വേറെ കളർലെസ് ആയിട്ടുള്ള റിലേറ്റീവ്സും എന്താണ് മെമ്പർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. വിച്ച് ആർ താലോയിഡ്. അവർക്ക് എന്താണ് താലോയിഡ് ആണ് അവർ കാണിക്കുക. ദാറ്റ് ഈസ് ഹാവിങ് നോ ട്രൂ റൂട്ട്സ്, സ്റ്റെംസ്, ലീവ്സ് ഓർ ലീഫ് ലൈക്ക് ഓർഗൻസ്. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തില്ല, ഒരു ട്രൂ ആയിട്ടുള്ള റൂട്ടോ സ്റ്റെമ്മോ ലീഫ് ലൈക്ക് ഓർഗാനിസംസോ ഒന്നും തന്നെ ഇല്ല, ഓർഗൻസോ ഇല്ല. പകരം അവർക്കുള്ള എന്താണ് താലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇങ്ങനെ ഡിഫൈൻ ചെയ്തത്, ആൽഗേനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തത് 1969 G.W. പ്രസ്കോട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ആൽഗയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ദെൻ കാറ്റഗറൈസേഷൻ ഓഫ് ആൽഗെ ബേസ്ഡ് ഓൺ ദെയർ ഹാബിറ്റാറ്റ്, അതായത് വെജിറ്റേഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ആൽഗേൻ്റെ ഹാബിറ്റാറ്റ് നോക്കിയിട്ട് ആൽഗേനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അക്വാട്ടിക് ആൽഗെ. ആദ്യത്തേതാണ് അക്വാട്ടിക് ആൽഗെ എന്ന് പറയുന്നത്. അക്വാട്ടിക് എന്ന് മീൻ ചെയ്യുന്നതിന് എന്താണ്, വാട്ടറിനകത്ത് സർവൈവ് ചെയ്യുന്ന ആൽഗേസ് ആണ്. ഫസ്റ്റ് വൺ അക്വാട്ടിക് ആൽഗയിൽ ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്, ദെൻ ബ്രാക്കിഷ് വാട്ടർ ഫോംസ് ഉണ്ട്, നെക്സ്റ്റ് വൺ ഈസ് മറൈൻ ഫോംസ്. ഇങ്ങനെ 3 ഫോംസ് ആണ് നമുക്ക് വാട്ടറിൽ മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫ്രഷ് വാട്ടർ ഫോംസ്. ദീസ് ആർ ഒക്കർ ഇൻ വാട്ടർ ഓഫ് ലോ സലിനിറ്റി. നമുക്ക് ഫ്രഷ് വാട്ടർ ആണ്, നമുക്കും കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ. അവിടെ ഉപ്പുണ്ടാവോ ഇല്ല, അപ്പം വളരെ ലോ സലിനിറ്റിയാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എക്സാമ്പിൾ വരുന്നത് പോൺസ്, ലേക്സ്, ടാങ്ക്സ് ഒക്കെയാണ്. ഇവിടെയൊക്കെയും പക്ഷെ എന്തുണ്ടാവും, ആൽഗേൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ആൽഗയ്ക്ക് എക്സാമ്പിളാണ് സിഗ്നിമ, സ്പൈറോഗൈറ, ക്യാര, നോസ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത്. ഓസിലറ്റോറിയ, ക്ലാഡോഫോറ, ഇഡഗോണിയം, റിവിലിയറി, ഇതൊക്കെ ആൽഗേസിന് എക്സാമ്പിൾസ് ആണ്. അതായത് ഫ്രഷ് വാട്ടർ ആൽഗെ ഫോംസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈസ് ബ്രാക്കിഷ് വാട്ടർ. ബ്രാക്കിഷ് വാട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ മറൈൻ വാട്ടറിൻ്റെ അത്രയും സലിനിറ്റി ഉണ്ടാവില്ല, പക്ഷേ ഫ്രഷ് വാട്ടറിനെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ സലിനിറ്റി ഉണ്ടാവും. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രഷ് വാട്ടർ പറയുമ്പോൾ വളരെ ലോ റേറ്റ് ഓഫ് സലിനിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുമെന്ന്. അപ്പോൾ സലൈനിറ്റി ഫ്രഷ് വാട്ടറിനെക്കാട്ടിലും കൂടുതലും മറൈൻ അല്ലെങ്കിൽ മറൈൻ വാട്ടറിനെക്കാട്ടിലും കുറച്ചും കൂടി കുറവും ഉള്ള വാട്ടറിനെയാണ് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്രാക്കിഷ് വാട്ടർ ഫോംസിനകത്ത് സർവൈവ് ചെയ്യുന്ന കുറച്ച് ആൽഗേസ് ഒക്കെ ഉണ്ട്. ദിസ് കൈൻഡ് ഓഫ് വാട്ടർ ഈസ് അൺപാലേറ്റബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് ഡ്രിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫുഡ് പർപ്പസിന് വേണ്ടൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എക്സാമ്പിൾ വരുന്നത് ഓസിലറ്റോറിയ, അനബീന. ദെൻ നെക്സ്റ്റ് ഈസ് മറൈൻ ഫോംസ്. മറൈൻ ഫോംസ് പറയുമ്പോൾ തന്നെ എന്താണ്, ഹൈ സലൈനിറ്റിയിൽ സർവൈവ് ചെയ്യുന്ന ആൽഗേസ് ആണ്. എക്സാമ്പിൾ വരുന്നത് സർഗാസം, ലാമിനേരിയ, ബാങ്കിയ, ദെൻ റോഡിമേനിയ, പാഡിന, അതുപോലെ തന്നെ കോളർപ്പ ഒക്കെ എന്തിനാണ്, മറൈൻ ഫോംസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ സർവൈവ് ചെയ്യുന്ന ആൽഗേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടെറസ്ട്രിയൽ ആൽഗെ. ടെറസ്ട്രിയൽ പറയുമ്പോൾ എന്താണ്, നമുക്ക് കരഭാഗത്ത്, അതായത് വാട്ടറുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ എന്ന് പറയാനും പറ്റില്ല, പക്ഷെ അങ്ങ് ഭയങ്കര ഡ്രൈ എന്ന് പറയാനും പറ്റില്ല, അങ്ങനത്തുള്ള എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യുന്ന ആൽഗേസ്. ദി സോയിൽ ഫ്ലോറ ഈസ് കളക്റ്റീവ്ലി കോൾഡ് ആസ് എഡാഫോഫൈറ്റ്സ്. എഡാഫോഫൈറ്റ്സ് എന്ന് വിളിക്കും നമ്മൾ സോയിൽ സർവൈവ് ചെയ്യുന്നത്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് സാപ്പോഫൈറ്റ്സ് അല്ലെങ്കിൽ എപ്പിടെറേറിയൻ. നെക്സ്റ്റ് വൺ ഈസ് ക്രിപ്റ്റോഫൈറ്റ്സ് ഓർ സബ്ടെറേനിയൻ. സബ്ടെറേനിയൻ ആണ്. സബ്ടെറേനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ സാപ്പോഫൈറ്റ്സ്. സാപ്പോഫൈറ്റ്സ് എന്ന് വെച്ചാൽ സർഫസ് ഓഫ് ദി സോയിൽ,
സോയിലിന്റെ സർഫസിൽ കാണുന്നതായിരിക്കും എന്ത് എപ്പിടെറൈനിയൽ അല്ലെങ്കിൽ സാപ്പോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ക്രിപ്റ്റോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സോയിലിന്റെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കുഴിച്ചൊക്കെ എടുക്കില്ല, മണ്ണൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ കുറെ അകത്തേക്ക് പോകുമ്പോൾ കാണുന്ന ആൽഗേസിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത് സബ്ടെറൈനിയൻ അല്ലെങ്കിൽ ക്രിപ്റ്റോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അണ്ടർ സോയിൽ ഫ്ലോറയാണ്. എക്സാമ്പിൾ വരുന്നത് ക്ലോറെല്ല, വൗച്ചീറിയ, യൂഗ്ലീന, അതുപോലെ ഓസിലറ്റോറിയ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് പറഞ്ഞാൽ ചില ആൽഗേസ് നമുക്ക് ഡെസേർട്ട് സോയിലും കാണാൻ പറ്റും. വളരെ ഫ്യൂ എമൗണ്ട് ഓഫ് ആൽഗേസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡെസേർട്ട് സോയിലിൽ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ടെറസ്ട്രിയൽ ആൽഗെ എന്ന് പറയുന്നത്. Then next one is lithophytic algae. Lithophytic algae എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ found in the surface of rocks and stones. റോക്സ് അതായത് പാറകളിലും അതുപോലെ തന്നെ കല്ലുകളുടെ ഒക്കെ മുകളിലായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആൽഗീസിനെയാണ് ലിത്തോഫൈറ്റിക് ആൽഗെ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബട്രാക്കോസ്പെർമം, എൻഡറോമോർഫെ ഒക്കെയാണ്. ദെൻ ഹാലോഫൈറ്റിക് ആൽഗെ അല്ലെങ്കിൽ യൂറലൈൻ. യൂറലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വാട്ടർ ഹാവിങ് ഹൈ കോൺസെൻട്രേഷൻസ് ഓഫ് സലൈനിറ്റി. സലൈനിറ്റി ഭയങ്കര കൂടുതലുള്ള ഏരിയസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ വാട്ടറിലായിരിക്കും ഇത് സർവൈവ് ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ വരുന്നത് ഡൊനീനിയല്ല, അതുപോലെ ക്ലാമിഡോമോണാസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഈസ് സാമൺ. സാമൺ പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗെ ഓൺ സാൻഡി ബീച്ചസ്. സാൻഡി ആയിട്ടുള്ള ബീച്ചിലൊക്കെ കാണുന്ന ആൽഗേസിനെയാണ് സാമൺ വിളിക്കുക. എക്സാമ്പിൾ ഫോമിഡിയം, വൗച്ചീറിയ, ഡയറ്റംസ് ഒക്കെ സാൻഡി ബീച്ചസിൽ കാണുന്ന ആൽഗേസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. Then next is thermal algae. The name itself says that thermal algae, അതായത് ഹൈ ടെമ്പറേച്ചർ ഉള്ള ഏരിയാസിൽ സർവൈവ് ചെയ്യുന്നതായിരിക്കും. അത് തന്നെ നിയർ ഹോട്ട് സ്പ്രിങ്സ് അവിടെയുള്ള വാട്ടറിൽ സർവൈവ് ചെയ്യുന്ന ആൽഗേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക തേർമൽ ആൽഗെ. എക്സാമ്പിൾ വരുന്നത് ഹെറ്ററോ ഹോമോഗോണിയം ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്രയോഫൈറ്റിക് ആൽഗെ. ക്രയോ പ്രിസർവേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. ക്രയോ പ്രിസർവേഷൻ എന്താണ്? വളരെ ലോ ടെമ്പറേച്ചറിൽ പ്രിസർവ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ക്രയോഫൈറ്റിക് ആൽഗെ പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് അല്ലെങ്കിൽ സ്നോ. വളരെ ടെമ്പറേച്ചർ കുറവ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ഐസ് ആയിരിക്കും. അപ്പോൾ ഐസിനകത്ത് അല്ലെങ്കിൽ സ്നോയിൽ സർവൈവ് ചെയ്യുന്ന ആൽഗേസ് ആണ് ഇത് ക്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ആൽഗത് സ്നോയിൽ സർവൈവ് ചെയ്യുമ്പോൾ അവർ ചില കളറേഷൻസ് കാണിക്കും. സ്നോയിലല്ലേ സർവൈവ് ചെയ്യാം. അപ്പോൾ സ്നോയ്ക്ക് കുറച്ച് കളറേഷൻസ് ഒക്കെ കാണിക്കും. എക്സാമ്പിൾ ആണ് റെഡ് സ്നോ കാണിക്കുന്നത് ബൈക്ലാമിഡോമോണാസ് നിവാലിസ്, അതുപോലെ തന്നെ യൂളോത്രിക്സ് ഫ്ലാക്സിഡിയ, ദെൻ സ്കോട്ടിയല്ല സ്പീഷീസ് ഒക്കെ എന്താണ് റെഡ് സ്നോ കാണിക്കുന്ന ആൽഗേസ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് ബ്ലാക്ക് സ്നോ കാണിക്കുന്നത് റാഫിഡോണിമയാണ്. ദെൻ പർപ്പിൾ ബ്രൗൺ സ്നോ ഇത് കാണിക്കുന്നത് ആൻസിക്ലോണിമ നോഡിൻസ്ക്യോയിഡ്ലി. അതാണ് എന്ത് കാണിക്കുക ഈ പറയുന്ന പർപ്പിൾ ബ്രൗൺ സ്നോയ്ക്ക് ഒരു പർപ്പിളിഷ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് കാണിക്കും. ദെൻ ഇത് വേണമെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വേറൊരെണ്ണം പറയട്ടെ, അതായത് റെഡ് കാണിക്കുന്ന ഓർഗാനിസംസ്. ഓർമ്മയുണ്ടോ റെഡ്? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ എവിടെയെങ്കിലും കേട്ടതായിട്ട് റെഡ് കാണിക്കുന്ന ഗോണിയോലെക്സ് ആണ് ആൻസർ വരുന്നത്. ഗോണിയോലെക്സ് ഡൈനോഫ്ലജലേറ്റ്സിനകത്ത് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് എപ്പിഫൈറ്റിക് ആൽഗെ. എപ്പിഫൈറ്റിക് ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒക്കറിങ് ഓൺ മെമ്പേഴ്സ് ഓഫ് അതർ ആൽഗെ ഓർ എനി അതർ മെമ്പേഴ്സ് ഓഫ് ദി പ്ലാൻ കിങ്ഡം. പ്ലാൻ കിങ്ഡത്തിനകത്ത് തന്നെയുള്ള വേറെ ഏതെങ്കിലും ഒരു മെമ്പേഴ്സിനകത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ ആൽഗയിൽ തന്നെ ഇവർ എന്ത് ചെയ്തിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കും. അങ്ങനത്തെ ആൽഗേസിനെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റിക് ആൽഗെ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എയ്തർ ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഫോംസ്. ഫ്രഷ് വാട്ടർ ആവാം, മറൈൻ ആവാം. Then bryophytes and angiosperms of rivers are generally coated with the epiphytic algae. ചില ആൻജിയോസ്പെംസ് ഒക്കെ വാട്ടറിനകത്ത് വളരുന്ന ആൽഗെ എന്താണ് പ്ലാന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ പറിച്ചു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയൊരു നേർത്ത പച്ചപ്പിന്റെ ലെയർ കാണാൻ വേണ്ടി പറ്റും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽഗയെ കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൽഗെ അങ്ങനത്തെ ആൽഗെ, അതായത് എപ്പിഫൈറ്റിക് ആൽഗെ ഒക്കെ വളരുന്നത് കാണിക്കുന്നതാണ് ഈ പറയുന്ന ആൻജിയോസ്പെംസിന്റെ പുറത്ത് കാണുന്ന ഒരു ലൈറ്റ് ഗ്രീൻ കളറിലെ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾ വരുന്നത് കൊളിയോക്കേറ്റ്സ് ക്രൂട്ടേറ്റ. ദെൻ ആൽഗെ ഇൻഹാബിറ്റിംഗ് ഓൺ ട്രീ ട്രങ്ക്സ്. ട്രീ ബാർക്കിനകത്തൊക്കെ, അതായത് മരത്തിന്റെ ഒക്കെ പുറത്തെ തൊലി ഉണ്ടല്ലോ, ആ തൊലിയിലൊക്കെ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽഗേസിനെ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കോളൻസ്. ഇതൊക്കെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. കോർട്ടിക്കോളൻസ് ആർ ഇൻ റിലേഷൻ വിത്ത് എന്ന് പറഞ്ഞിട്ട് ആൽഗെ ഓൺ ട്രീ ബാർക്സ്
അങ്ങനെ നമുക്ക് ഓപ്ഷൻ വേണമെങ്കിൽ മാറി മാറി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് എൻഡോഫൈറ്റിക് ആൽഗെ. എൻഡോഫൈറ്റിക് ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്ലാന്റ് സെൽസിൻ്റെ അകത്ത്, അതല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിൻ്റെ കൂടെ തന്നെ ഇൻഹാബിറ്റ് ചെയ്യുന്ന ആൽഗീസിനെ വിളിക്കുന്ന പേരാണ് എൻഡോഫൈറ്റിക് ആൽഗെ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വരുന്നത് നോസ്റ്റോകിന്തിതാലസ് ഓഫ് ആന്തോസെറോസ് ഓർ അനബീന, ആന്തോസെറോസ്, ദെൻ അനബീന സൈക്കഡീനിയം ഇൻ കോർലോയിഡ് റൂട്ട്സ് ഓഫ് സൈക്കസ്. നെക്സ്റ്റ് ആണ് അനബീന അസോള ഇൻ അസോള. ഇങ്ങനെ 3 എക്സാമ്പിളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് നോസ്റ്റോക്ക് ഇൻ ആന്തോസെറോസ്. നോസ്റ്റോക്കിനെ കാണുന്നത് ആന്തോസെറോസിനകത്ത്. ദെൻ അനബീന സൈക്കഡിയറിയം ഇൻ കോർലോയിഡ് റൂട്ട്സ് ഓഫ് സൈക്കസ്. രണ്ടാമത്തത് കാണുന്നത് ഇതൊരു ജീനസ് വിത്ത് സ്പീഷീസ് നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കാണുന്നത് കോർലോയിഡ് റൂട്ട്സ് ഓഫ് സൈക്കസ്, സൈക്കസിന്റെ കോർലോയിഡ് റൂട്ട്സിനകത്ത് കാണുന്നു. നെക്സ്റ്റ് വൺ ഈസ് അനബീന അസോള ഇൻ അസോള. ഓക്കെ, ഇങ്ങനെ 3 എക്സാമ്പിൾസ് ആണ് എൻഡോഫൈറ്റിക് ആൽഗയ്ക്കകത്തുള്ളത്. നെക്സ്റ്റ് ഈസ് എപ്പിസോയിക് ആൻഡ് എൻഡോസോയിക് ആൽഗെ. ഫസ്റ്റ് വൺ ഈസ് എപ്പിസോയിക്. എപ്പിസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആനിമൽസിനകത്ത് ഒക്കർ ചെയ്യുന്ന ആൽഗീസിനെയാണ് എന്ത് പറയുക, എപ്പിസോയിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വരുന്നത് ക്ലാഡോഫോറ ക്രിസ്പേറ്റ ഓൺ ഷെൽസ് ഓഫ് മൊളസ്ക്സിന്റെ ഷെൽസിൽ കാണപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ആൻ ആൽഗയാണ് ഇത്, ക്ലാഡോഫോറ ക്രിസ്പേറ്റ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈസ് എൻഡോസോയിക്. ഇപ്പോൾ എൻഡോസോയിക് എന്തായിരിക്കും, വിത്തിൻ ദി അനിമൽസിന്റെ സെൽസിന്റെ അകത്ത് അല്ലെങ്കിൽ ബോഡിയുടെ അകത്തായിട്ടായിരിക്കും ഇവർ ഒക്കോർ ചെയ്യുന്നത്. എക്സാമ്പിൾ സ്റ്റൈജിയോ കൊളിനിയം ഇൻ ദി നോസ് ഓഫ് ഫിഷസിന്റെ ഒക്കെ നോസിനകത്ത്. അതുപോലെ തന്നെ ക്ലോറല്ല എന്ന് പറയുന്ന ആൽഗനെ കാണുന്നത് ഇൻ ഹൈഡ്ര ആൻഡ് സ്പോഞ്ചസ്, ഹൈഡ്രയുടെയും സ്പോഞ്ചസിന്റെ ഒക്കെ ബോഡിയുടെ ഉള്ളിലായിട്ടും അല്ലെങ്കിൽ പ്ലാന്റ് ബോഡിയുടെ ഉള്ളിലായിട്ടും എന്തിനെ കാണാൻ പറ്റും, ക്ലോറലിനെ കാണാൻ പറ്റും. ഇങ്ങനെ 2 എക്സാമ്പിൾസ് ആണ് നമുക്കുള്ളത്, സ്റ്റൈജിയോ ക്ലോണിയവും അതുപോലെ തന്നെ ക്ലോറലയും. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാരസൈറ്റിക് ആൽഗെ. പാരസൈറ്റ് എന്ന് പറയുന്ന പേര് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നതായിരിക്കും പാരസൈറ്റിക്കലി പ്ലാന്റ്സിലോ അനിമൽസിലോ ജീവിക്കുന്ന ആൽഗീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പാരസൈറ്റിക് ആൽഗെ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സെഫലിയൂറസ് കാണുന്നത് ഓൺ ലീവ്സ് ഓഫ് മഗ്നോളിയ ആൻഡ് തിയാസൈനൻസിന്റെ അതല്ലെന്നുണ്ടെങ്കിൽ മഗ്നോളിയയുടെ ലീവ്സിനകത്തായിരിക്കും ഈ പറയുന്ന സെഫലിയൂറസിനെ കാണുന്നത്. തിയാസൈനൻസിന്റെ പുതിയ പേര് കെമീലിയ സൈനൻസിസ് എന്നാണ്. നമ്മുടെ ടീ ആണ്, തേയിലേന്റെ പേരാണ്. ദെൻ ഫിലോസൈഫോൺ ക്ലോറോഫൈസിൻ മെമ്പർ ആണ് ഓൺ ലീവ്സ് ഓഫ് അരിസാരം വൾഗാരയ്ക്കകത്തായിരിക്കും കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ഫ്ലോട്ട് ഈസിലി ഇൻ വാട്ടർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനെയാണ് എന്ത് വിളിക്കുക, പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. അനിമൽ പ്ലാങ്ക്ടൺസും ഉണ്ട്, പ്ലാന്റ് പ്ലാങ്ക്ടൺസും ഉണ്ട്. അനിമൽ പ്ലാങ്ക്ടൺസിനെ സൂപ്ലാങ്ക്ടൺസ് എന്നും പ്ലാങ്ക്ടൺസിനെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ വരുന്നത് പിനുലേറിയ, ക്ലോറല്ല, അനബീനയൊക്കെ എന്താണ്, ഇങ്ങനെ പ്ലാങ്ക്ടൺ ആയിട്ടുള്ള ആൽഗേസ് ആണ്.